അപ്പോൾ വെറുതെ വൈകുന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ടെൻഷൻ അടിച്ച് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ റവയുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ 5 മിനിറ്റ് കൊണ്ട് സൂപ്പറായിട്ടുള്ള റവ കേസരി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇതിന് റവയും കുറച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നെയ്യ് 10 രൂപയുടെ ഒരു നെയ്യ് പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നെയ്യ് ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് മുന്തിരിയും കാഷ്നട്ടും ഒരു ഏലക്ക ഞാൻ ഇടിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കയുടെ കുരു മാത്രം നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. അപ്പോൾ എടുത്തതിന് ശേഷം നമ്മൾ നെയ്യിലിട്ട് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂവിനെക്കാട്ടിയും വേഗത്തിൽ നമുക്ക് മുന്തിരി ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ മുന്തിരിയൊക്കെ വലുതായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് കോരിയെടുക്കാം. ഇനി ഏലക്കയും പിന്നെ കാഷ്യൂനട്ടും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതും കൂടി ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാം. ഇനി അതേ നെയ്യിൽ ഞാൻ 1 ഗ്ലാസ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് റവ മതിയാവും. അപ്പോൾ റവ അതേ നെയ്യിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റവയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് ആ നെയ്യുടെ ആ ഒരു സ്മെല്ല് വരുന്നവരേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ റവയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് ഞാൻ തിളപ്പിച്ച് ആറിയ പാലാണ് കേട്ടോ ചേർക്കുന്നത്. ഏത് ഗ്ലാസ്സിലാണോ റവ എടുത്തത് അതേ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് ചേർത്ത് ഇനി 1 ഗ്ലാസ്സും കൂടി ചേർക്കാം. അപ്പോൾ 3 ഗ്ലാസ് പാൽ ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ റവ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റവ കട്ട പിടിക്കാതെ നോക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ റെഡ് കളറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കുറച്ച് മാത്രമേ കളർ ചേർത്തിട്ടുള്ളൂ, അധികം കളറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അധികം കളർ ആവശ്യമാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കളർ ചേർക്കുക. അപ്പോൾ ലൈറ്റ് ഓറഞ്ച് കളറാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഇനി ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ റവ എടുത്തത് അതേ ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം കൂടി പഞ്ചസാര ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എത്ര മധുരം ചേർക്കുന്നത് അത്രയും നമ്മുടെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലോണം അലിഞ്ഞ് നമ്മുടെ റവ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു സമയത്തേക്ക് നമ്മൾ നെയ്യിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത മുന്തിരിയും കാഷ്യൂനട്ടും ഇടിച്ച ഏലക്കയും ഇതൊക്കെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ അടുപ്പൊക്കെ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ റവ കേസരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടൊക്കെ കണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക.